നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കാരെ സംബന്ധിച്ച് പിസ്സ ഒരു പാശ്ചാത്യ വിഭവമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു വിഭവം കൂടിയാണ് പിസ്സ. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച 100 പിസ്സ കടകളിൽ 2 ഇന്ത്യയിൽ നിന്ന്. ഇറ്റലിക്കാരനായ പിസ്സ ഇന്ത്യൻ മണ്ണിൽ വേരുപിടിച്ചിട്ട് അധിക കാലമായില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിൽ കയറിപ്പറ്റി. അതുകൊണ്ടായിരിക്കാം ലോകത്തിലെ 100 പിസ്സേറിയകളിൽ തിരഞ്ഞെടുക്കുന്നതിൽ 2 ഇന്ത്യയിൽ നിന്നായത്. യൂറോപ്പ് ആസ്ഥാനമായുള്ള ഒരു സംഘടനയാണ് ബെസ്റ്റ് പിസ്സ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 2025 ജൂൺ 25 മിലാനിൽ വെച്ചായിരുന്നു അവാർഡ് പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത്. ആഗോള വോട്ടിംഗ് പാനലിൽ 60 രാജ്യങ്ങളിൽ നിന്നായി 512 പാചക വിദഗ്ധരാണ് മികച്ച പിസ്സേറിയകളെ കണ്ടെത്താൻ എത്തിയത്. ഇന്ത്യയിലെ ഗുരുഗ്രാമിൽ നിന്നുള്ള ഡാസൂസി എന്ന പിസ്സ സെൻറ്ററും ഡൽഹിയിലെ ലിയോസ് എന്ന പിസ്സ സെൻറ്ററുമാണ് പട്ടികയിൽ ഇടം നേടിയത്. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമപുരം സ്വദേശി വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് രണ്ടുപേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ച് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ ശരീരത്തിൽ നിന്ന് സിറിഞ്ച് കുത്തിവെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ് രശ്മി. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. നെടുങ്കണ്ടത്ത് ലോറി വീടിന് മുകളിലേക്ക് മറഞ്ഞ അപകടം. നെടുങ്കണ്ടം മഞ്ഞപ്പാറ ചാക്കോയുടെ വീടിന്റെ മുകളിലേക്കാണ് ലോറി മറഞ്ഞത്. ലോറി ഡ്രൈവറായ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടർന്ന 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. മലപ്പുറം സ്വദേശികളായ നസീബ് CP, ജോദിൻ ബാസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, അബ്ദുൾ വാഹിദ് എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. രാത്രി 10:15 വെങ്ങിപ്പാലം മുതൽ ഇവർ മുഖ്യമന്ത്രിയുടെ കോൺവേയെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് വെസ്റ്റ് ഹിൽ ചുങ്കത്ത് വെച്ചാണ് ഇവർ പിടിയിലായത്. വാഹനത്തിൽ നിന്ന് വാക്കി ടോക്കിയും കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കോൺവോയിലേക്ക് കടന്നതിനും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനത്തിൽ സഞ്ചരിച്ചതിനുമാണ് കേസെടുത്തത്. കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ പോലീസ് ഇവരെ വീണ്ടും വിളിപ്പിക്കും. കുതിരാൻ വഴുക്കുംപാറയിൽ ശരീരത്തിലൂടെ ലോറി കയറി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. കുതിരാൻ വഴുക്കുംപാറ അടിപ്പാതയ്ക്ക് മുകളിലാണ് സംഭവം. ഹെൽമറ്റ് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണപ്പോൾ ബൈക്ക് പെട്ടെന്ന് നിർത്തുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്ന ലോറി ഇടിച്ച് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിലുണ്ടായിരുന്നവർ ലോറിയുടെ ടയറിനടിയിൽ പെടുകയായിരുന്നു. മരിച്ചവർ എറണാകുളം സ്വദേശികളാണ്. ടോക്കിയോയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം കൊൽക്കത്തയിൽ അടിയന്തരമായി നിലത്തിറക്കി. എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിലെ തകരാർ വന്നതോടെ വിമാനത്തിനുള്ളിൽ ചൂട് കൂടിയതാണ് കാരണം. എയർ ഇന്ത്യയുടെ ടോക്കിയോ ഡൽഹി ബോയിങ് 787 വിമാനമാണ് കൊൽക്കത്തയിൽ അടിയന്തരമായി ഇറക്കിയത്. ടോക്കിയോയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 പുറപ്പെടേണ്ട A1357 വിമാനം കൊൽക്കത്തയിൽ ഉച്ചയ്ക്ക് 3:30 ലാൻഡ് ചെയ്തത്. തായ്ലാൻഡിൽ നിന്ന് 16 ജീവനുള്ള പാമ്പുകളുമായി മുംബൈ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനെ പിടികൂടി കസ്റ്റംസ്. ജൂൺ 27 മുംബൈയിൽ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. 6E1052 എന്ന വിമാനത്തിൽ തായ്ലാൻഡിൽ നിന്ന് മുംബൈയിലെത്തിയ ഇന്ത്യൻ പൗരനെ കസ്റ്റംസ് പരിശോധിക്കുകയായിരുന്നു. യാത്രക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഇയാളുടെ ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ജീവനുള്ള പാമ്പുകളെ കണ്ടെത്തിയത്. പിടികൂടിയവയിൽ ഗാട്ടർ പാമ്പുകൾ, റൈനോ റാറ്റ് പാമ്പ്, കെനിയൻ സാൻഡ് ബോവ എന്നിവ ഉൾപ്പെടുന്നു. 1962 കസ്റ്റംസ് ആക്ട് പ്രകാരം യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. യുക്രൈൻ്റെ F-16 വിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നു വീണ് പൈലറ്റ് കൊല്ലപ്പെട്ടു. US നിർമ്മിത F-16 യുദ്ധവിമാനമാണ് റഷ്യൻ ആക്രമണത്തിൽ തകർന്നു വീണത്. 477 ഡ്രോണുകളും 60 മിസൈലുകളും അടക്കം യുക്രൈനിൽ വ്യാപക ആക്രമണമാണ് റഷ്യ നടത്തിയത്. ഡ്രോണുകളിൽ ഭൂരിഭാഗവും റഷ്യ അയച്ച മിസൈലുകളും ലക്ഷ്യം കണ്ടു എന്ന് പറയപ്പെടുന്നു. നൂതന 5G സാങ്കേതിക വിദ്യ ആരംഭിച്ച് കുവൈറ്റ്. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയാണ് ഈ കാര്യം അറിയിച്ചത്. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരിവർത്തന മേഖലയിൽ സുപ്രധാന നാഴികക്കല്ലാണിത്. ഭാവിയിൽ 6Gയുടെ മുന്നേറ്റങ്ങൾക്കും ഇത് അടിത്തറപ്പാകും. ഈ നീക്കം
ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ കുവൈറ്റിൻ്റെ മത്സരശേഷി ഉയർത്തും. കൂടാതെ ആഗോളതലത്തിൽ നൂതന 5G സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നായി കുവൈറ്റ് മാറിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.